ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ മെയ് മന്ത്. നമ്മൾ ഓൾറെഡി മെയ് മന്തിൻ്റെ റീഡിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, മെയ് മന്തിൽ എന്തെങ്കിലും ഇൻ പർട്ടിക്കുലർലി നമ്മൾ അറിഞ്ഞിരിക്കണോ, അല്ലെങ്കിൽ സ്പിരിറ്റ് ഗൈഡ്സ് പറയാൻ പോകുന്നത് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ തീം നമുക്കുണ്ടോ? നമ്മൾ പറയില്ല, ഓരോ മാസവും നമുക്ക് ഓരോരോ ചേഞ്ചസും കാര്യങ്ങളും ഉണ്ടാവും. മെയ് മന്ത് എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലൈക്ക് 5 ആണ് നമ്പർ. ഓക്കെ, 5 എന്ന് പറയുന്ന ചേഞ്ചസ് ആൻഡ് ചലഞ്ചസിൻ്റെ നമ്പറാണ്. അപ്പോൾ നമുക്ക് മെയ് മന്തിൽ നമുക്ക് എന്ത് എക്സ്പെക്റ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചും, അല്ലെങ്കിൽ എന്തെങ്കിലും ഓവറോൾ എനർജി എന്താണെന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയയെക്കുറിച്ച് സ്പിരിറ്റ് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് ഫോർ കണക്റ്റിംഗ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണേ. അല്ല, നിങ്ങൾ ഓൾറെഡി സബ്സ്ക്രൈബ്ഡ് ആണ്, സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരാണ്, സ്ഥിരമായിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ താങ്ക് യു സോ മച്ച് ആൻഡ് വെൽക്കം ബാക്ക്. ഓക്കെ, നമുക്ക് നോക്കാം മെയ് മന്ദിരത്തേക്ക് സ്പിരിറ്റ് എന്തെങ്കിലും ഇൻ പർട്ടിക്കുലർലി നമ്മളടുത്ത് പറയുന്നുണ്ടോ, നമുക്ക് എന്തെങ്കിലും പ്രത്യേകിച്ചുള്ളൊരു ഗൈഡൻസ് ഉണ്ടോ, എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയയെക്കുറിച്ച് പറയാൻ സ്പിരിറ്റ് ആഗ്രഹിക്കുന്നത്. ഏതാണ് പർട്ടിക്കുലർ ഏരിയ? നമ്മൾ പറയില്ലേ, നമ്മുടെ ഓരോ മന്തിലും ഓരോരോ സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ് ഉണ്ടാവും. അപ്പോൾ അതുപോലെ നിങ്ങളുടെ അല്ലെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും ലൈഫിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീം എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. താങ്ക് യു സ്പിരിറ്റ്, വൺ മോർ ടൈം. ഓൾറൈറ്റ്, നമുക്ക് നോക്കാം മെയ് മന്ത്. ആങ്കർ. Safely express your anger. Use anger as a positive force. Honor all of your emotions as sacred. All right. എനിക്ക് ഈ കാർഡ് കാണുമ്പോൾ ഏറ്റവും കൂടുതൽ എന്താ പറയുക മനസ്സിൽ വരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ സ്പിരിറ്റ് ഗൈഡ്സിൻ്റെ മേ ബി അതൊരു ഗൈഡൻസ് ആയിരിക്കും. കാരണം ആങ്കർ, നമുക്കെല്ലാവർക്കും ഈ പറഞ്ഞ പോലെ ദേഷ്യം എല്ലാവർക്കും വരുന്നൊരു കാര്യമാണ്. നമുക്ക് തോന്നും ഇത് ഭയങ്കര ഒരു മോശപ്പെട്ട ഒരു ഫീലിംഗ് ആണ് എന്നൊക്കെ നമുക്ക് തോന്നും, നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പാടില്ല എന്നും. പക്ഷെ നമ്മുടെ ലൈഫിൽ നമുക്കുള്ള ഓരോ ഫീലിങ്സും ഓരോന്നും ഡിവൈനാണ് അല്ലേ. അപ്പം നമ്മുടെ ദേഷ്യം എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, അതിനെ ഒരു നെഗറ്റീവ് ഫോഴ്സ് ഓഫ് എനർജി എന്ന് കരുതാണ്ട് അത് പോസിറ്റീവാണെന്നും. നമ്മൾ ഓരോരുത്തർക്കും ഓരോരോ ഇമോഷൻസ് ഉണ്ടാകും അല്ലേ, ഓരോ പർട്ടിക്കുലർ സിറ്റുവേഷൻ നമ്മൾ ഓരോ രീതിയിലായിരിക്കും ബിഹേവ് ചെയ്യുന്നത്. അപ്പം ആങ്കർ ഒരിക്കലും, അല്ലെങ്കിൽ ദേഷ്യം എന്ന് പറയുന്ന ഒരിക്കലും ഒരു നെഗറ്റീവായിട്ടുള്ളൊരു സംഭവമായിട്ട് കരുതരുത്. ഓക്കെ, അതൊരു സീക്രട്ട് ആയിട്ടുള്ള, നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എന്താ പറയുക ഇമോഷൻ തന്നെയാണ്. അതിനെ നമ്മൾ പോസിറ്റീവായിട്ട് കണ്ട് അതിനെ എക്സ്പ്രസ് ചെയ്യേണ്ട രീതിയിൽ എക്സ്പ്രസ് ചെയ്യുക. ഓക്കെ, അതെല്ലാ സാധനം നമ്മൾ പറയില്ലേ, എന്ത് നമുക്ക് ഇമോഷൻസ് ഉണ്ടെങ്കിലും അത് പിടിച്ചു വെച്ചിരുന്ന വേറെ പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ല. അപ്പം അതിനെ സേഫായിട്ട് ഓരോ ഇമോഷൻ, ഇപ്പോൾ ഹാപ്പിനെസ് ആണെങ്കിൽ അത് അതിൻ്റേതായ ഫ്ലോ ഉണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക ഹാപ്പിനെസ്, സങ്കടം. ഓക്കെ, നമുക്ക് സങ്കടം ഓരോരുത്തർക്കും വരാറുണ്ട്. ചിലർ ഈ പറഞ്ഞ പോലെ ഉള്ളിലെല്ലാം ഒതുക്കും, ചില ആൾക്കാർ കരഞ്ഞു കളയും, ചില ആൾക്കാർ അത് പറയുമ്പോൾ അവർക്ക് സമാധാനം കിട്ടും. അവർ ഓരോരുത്തരും അതിനെ എക്സ്പ്രസ് ചെയ്യുന്ന രീതി ഡിഫറെൻ്റാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ദേഷ്യം നമ്മുടെ ഒരു വികാരം തന്നെയാണ്. അപ്പം അതിനെ എങ്ങനെയാണ് നമുക്ക് സേഫായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത്, ആ രീതിയിൽ എക്സ്പ്രസ് ചെയ്യണം. അടുത്ത മന്ത് നമുക്ക് അതിനെക്കുറിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോസ്പെറിറ്റി. വാവ്. The gift of money is on its way. Your income is increasing. Manage your finance with love. Wow. വാവ് വാവ് വാവ്. ഞാനിത് വാവ് എന്ന് പറയും. കാരണം എന്ന് വെച്ചാൽ ഈ കാർഡ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാർഡാണ്. കാരണം പീസ്, പ്രോസ്പെറിറ്റി, അബണ്ടൻസ് എന്ന് പറഞ്ഞിട്ടാണ് ഞാനിവിടെ ക്യാൻഡിൽസും കാര്യങ്ങളൊക്കെ കത്തിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നെക്സ്റ്റ് മന്തിലെ വൺ ഓഫ് ദ തീം, അല്ലെങ്കിൽ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് സംഭവം എന്ന് പറയുന്നത് പ്രോസ്പെറിറ്റി ആകുമ്പോൾ നമ്മൾ പറയില്ലേ മണി. ഇവിടെ പ്രോസ്പെറിറ്റി, ഇവിടെ ഇവർ പറഞ്ഞിരിക്കുന്ന മണിയുടെ എനർജിയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു മണിയുടെ എനർജി വരുമ്പോൾ തന്നെ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എവിടെന്നെങ്കിലും മണി വരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇൻകം, നിങ്ങൾ ഓൾറെഡി ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ക്ലയൻറ്റ്സ് ഉണ്ടാവുന്നു നെക്സ്റ്റ് മന്ത്. അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ കയ്യിൽ ഇൻകം കൂടുമ്പോൾ നമ്മളതിനെ വളരെ സ്നേഹത്തോടു കൂടി പരിപാലിക്കുന്നു വെച്ചാൽ ടെൻഷൻ ആവരുത്. എനിക്ക് പൈസ വരുമ്പോൾ നമ്മളതിന് അതിൻ്റേതായ എനർജി കൊടുത്ത് ഹാപ്പി ആയിട്ട് പറയില്ലേ, നമ്മൾ ഇപ്പം ചിലവാക്കുമ്പം നമ്മൾ വിചാരിക്കും അയ്യോ ഈശ്വര പൈസ ചിലവാക്കി തീർന്ന്. അങ്ങനെയല്ല, പൈസ എന്ന് പറയുന്നത് ഒരു എനർജിയാണ്. അത് നമ്മൾ ചിലവാക്കുമ്പോൾ നമ്മൾ അത്രയും ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി ചിലവാക്കും. കാരണം നമുക്കറിയാം, ഇപ്പോൾ ഒരു 10 രൂപ എടുത്ത് നമ്മൾ ചിലവാക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ 10 രൂപ എടുത്ത് ചിലവാക്കാൻ ദൈവം നമ്മുടെ കയ്യിൽ തന്നിട്ടില്ലേ, നമ്മളപ്പോൾ എത്രത്തോളം ബ്ലെസ്ഡ് ആണ്. അപ്പോൾ ആ ഒരു ബ്ലെസ്ഡ് ഫീലിംഗ് മനസ്സിൽ കൊണ്ടുവരിക, ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. ലൈക്ക് ഞാൻ ചിലവാക്കുന്ന ഓരോ പൈസയും 10 മടങ്ങായിട്ട് എൻ്റെ കയ്യിലേക്ക് തിരിച്ചു വരുന്നു. ഇറ്റ്സ് ആൻ എനർജി. അപ്പം അത് ആ രീതിയിൽ തന്നെ അപ്രോച്ച് ചെയ്യുക. ഓക്കെ, നിങ്ങൾ മെയ് മന്തിൽ അത് നിങ്ങളുടെ വലിയൊരു ലേണിംഗ് ആയിരിക്കും. മെയ് മന്ത് പാർട്ട്ണർഷിപ്പ്, ടീം വർക്ക് വിൽ ഗീവ് യു എ ബെറ്റർ റിസൾട്ട്. ഫൈൻഡ് ട്രസ്റ്റ്വർത്തി പീപ്പിൾ ടു പാർട്ട്ണർ വിത്ത്. ബിൽഡ് അപ്പ് എ ടാലൻറ്റഡ്
സപ്പോർട്ട് ചെയ്യും. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ചില ആൾക്കാരെങ്കിലും ബിസിനസ് പാർട്ട്നേഴ്സിനെ തിരയുന്നുണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് മന്തിലത്തേക്ക് നമുക്കൊരു ബിസിനസ് പാർട്ട്ണറിനെ കിട്ടുന്ന ഒരു എനർജി ഉണ്ട്. അതുപോലെ തന്നെ ചില കാര്യങ്ങൾ നമ്മൾ പറയില്ലേ, എല്ലാ കാര്യം നമ്മൾ തന്നെ ചെയ്യരുത്. നിങ്ങൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ബിസിനസ് ചെയ്യുന്ന ആളോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സിനറിയോ ഉള്ള ആളായിരുന്നെങ്കിൽ നമ്മൾ പറയില്ലേ, ആരെങ്കിലും അപ്രോച്ച് ചെയ്യേണ്ട ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ അപ്രോച്ച് ചെയ്യുക. ഓക്കെ, അപ്രോച്ച് ചെയ്ത ഒരു ടീം വർക്കായിട്ട് ചെയ്യുക. നമ്മൾ എല്ലാ കാര്യവും നമ്മൾ തന്നെ ചെയ്യുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും അതിൻ്റേതായൊരു പോരായ്മകളും വരും. അപ്പം ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട് എടുക്കുക. സപ്പോർട്ട് എടുത്ത് തന്നെ പല കാര്യങ്ങളും ചെയ്യുക. പാർട്ട്ണർഷിപ്പ് എല്ലാത്തിൻ്റെയും ഒരു കളർ വെച്ചിട്ട് നിങ്ങളുടെ ത്രോട്ട് ചക്ര വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു. മെയ് മന്ത് നമ്മൾ പറയില്ലേ, പല കാര്യങ്ങളും ഇപ്പോൾ പ്രോസ്പെറിറ്റി ആണെങ്കിലും പാർട്ട്ണർഷിപ്പ് ആണെങ്കിലും അതുപോലെ തന്നെ ആങ്കർ ആണെങ്കിലും ഇതിലെല്ലാം നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ത്രോട്ട് ചക്രയാണ്. അപ്പോൾ ആ ത്രോട്ട് ചക്ര നിങ്ങളുടെ കേസിലും വളരെ എന്താ പറയുക, വളരെ വലുതായിട്ട് വേക്കൺ ആവുന്നു, അല്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ മീൻസ് ആയി മാറുന്നു, അല്ലെങ്കിൽ ഓപ്പൺ അപ്പ് ആവുന്നു എന്നുള്ളതിൻ്റെ ഒരു എനർജി ഉണ്ട്. ഇമാജിനേഷൻ, എൻവിഷൻ ആൻഡ് ന്യൂ റിയാലിറ്റി, ഗീവ് യുവർസെൽഫ് പെർമിഷൻ ടു ഡ്രീം, ബിലീവ് ഇൻ അൺലിമിറ്റഡ് പോസിബിലിറ്റീസ്. ഞാനിതിൽ കമൻസിലൊക്കെ കാണുന്ന വെച്ചാൽ പ്രശ്നങ്ങളാണ്, ഒന്നും കാണുന്നില്ല, റിയാലിറ്റിയിലൊന്നും വരുന്നില്ലല്ലോ. ഇതൊക്കെ എനർജീസാണ് ഗൈസ്. ഇതിനകത്ത് ഒരുപാട് പോസിറ്റീവ് എനർജീസ് ഉണ്ട്. മെയ് മന്തിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോസിറ്റീവ് എനർജീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാർട്ട്ണർഷിപ്പും അതുപോലെ പ്രോസ്പെറിറ്റി, ഇമാജിനേഷൻ. അതായത് നമുക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ മാനിഫെസ്റ്റേഷൻ്റെ കഴിവുണ്ട്. അപ്പോൾ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ റിയാലിറ്റിയിലുള്ള കാര്യമല്ല നമ്മൾ കാണുന്നത്, നമ്മുടെ ഇമാജിനേഷൻസ് ആണ് അല്ലേ. അപ്പോൾ ആ ഒരു ഇമാജിനേഷൻ്റെ ഒരു ഇമ്പോർട്ടൻസും കാര്യങ്ങളും നിങ്ങളുടെ എന്താ പറയുക ലൈഫിൽ മനസ്സിലാക്കുന്നൊരു ടൈമായിരിക്കും ഈ പറഞ്ഞ പോലെ മെയ് മന്ത്. അപ്പോൾ പല കാര്യങ്ങളും നമ്മൾ പറയില്ലേ, നമ്മൾ വിചാരിക്കും ഓഹ് ഇതൊക്കെ നമ്മൾ വിചാരിച്ചാൽ നടക്കുമോ, അങ്ങനെയല്ല. നമ്മുടെ ലൈഫിൽ നമുക്ക് ആഗ്രഹിക്കാൻ പറ്റുമെങ്കിൽ അത് നമ്മുടെ റിയാലിറ്റി നടക്കുന്ന കാര്യം മാത്രമായിരിക്കും നമ്മുടെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കാൻ പറ്റുക. ബാക്കി അല്ലാത്ത കാര്യങ്ങൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ആഗ്രഹിക്കാൻ പോലും തോന്നില്ല. അതിന് മുന്നേ വെച്ച് നമ്മൾ തന്നെ സ്റ്റോപ്പ് ഇടും. പക്ഷെ അല്ല, നമുക്കത് ആഗ്രഹിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ആ വിശ്വസിക്കുന്നു, യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, യൂണിവേഴ്സിൻ്റെ അബണ്ടൻസിനെ ട്രസ്റ്റ് ചെയ്യുന്നു, അതേ ആ ഒരു എനർജിയെ ട്രസ്റ്റ് ചെയ്യുന്നു. ട്രസ്റ്റ് ചെയ്യുക, ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടുന്നൊരു സാധനമാണ് ട്രസ്റ്റ്. പറയാൻ ഭയങ്കര എളുപ്പമുള്ള വാക്കാണ് ട്രസ്റ്റ്, പക്ഷേ എനിക്കറിയാം അത്രയും തന്നെ പാടാണ്. നമ്മുടെ ലൈഫിൽ അത്രയും ടഫ് സിറ്റുവേഷൻസ് ഒക്കെ ആണെങ്കിൽ ട്രസ്റ്റ് എന്നൊക്കെ പറയുന്ന വാക്ക് കേൾക്കുമ്പോഴേ നമുക്ക് സത്യം പറഞ്ഞാൽ നല്ല ദേഷ്യം വരും. പക്ഷേ ലൈക്ക് നമ്മുടെ ലൈഫിൽ നല്ല കാര്യങ്ങൾ നടക്കണമെങ്കിൽ അതിനൊരു ഡിവൈൻ ടൈമിംഗ് ഉണ്ട്. അതിന് കുറച്ച് ഡിലേയ്സും ഉണ്ടാവും. എല്ലാവരുടെ ലൈഫിലെ കാര്യമല്ല, നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും ഈ പറഞ്ഞ പോലെ നല്ല കാര്യം വരുന്നതിന് മുന്നേ കുറച്ച് ഡിലേയ്സും കുറേ കഷ്ടപ്പാടും കുറച്ച് വിഷമങ്ങളും ഒക്കെ നിങ്ങൾ ഫേസ് ചെയ്യാറുണ്ടാവും. അപ്പം ഇതെന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. അപ്പം അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, അക്സെപ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകുക. അപ്പം മെയ് മന്തിൽ ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഒരുപാട് പോസിറ്റീവ് എനർജീസ് ഞാൻ കാണുന്നുണ്ട്. ബാലൻസ്, ടേക്ക് ടൈം ടു റിലാക്സ്, ഇൻഡൾജ് എറ്റ് ലിറ്റിൽ മോർ ഓർ ലെസ്, സെറ്റ് ബൗണ്ടറീസ് വിത്ത് യുവർ വർക്ക്. ഒരുപാട് എക്സോസ്റ്റഡ് ആവുന്നു എന്ന് തോന്നുന്ന ആ സമയത്ത് തന്നെ ഈ പറഞ്ഞ പോലെ നിർത്തുക, മതിയാക്കുക, നമ്മുടെ എനർജിയെ ബാലൻസ് ചെയ്യാൻ ട്രൈ ചെയ്യുക. ഓക്കെ, കാരണം നമ്മുടെ ഓരോരുത്തരുടെ ലൈഫിൽ നമുക്ക് ഓരോരോ സിറ്റുവേഷൻസ് വരും. ലൈക്ക് നമുക്ക് തന്നെ അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. ഒരുപാട് എക്സോസ്റ്റഡ് ആണെന്ന് നമുക്ക് തന്നെ ഫീൽ ചെയ്യും. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻസൊക്കെ വരുവാണെങ്കിൽ നമ്മൾ അപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്യണം എന്ന് തോന്നുന്നിടത്ത് വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, തൽക്കാലത്തേക്കൊന്ന് ബ്രേക്ക് എടുക്കാമെന്ന് തോന്നിയാൽ ആ സമയത്ത് തന്നെ ബ്രേക്ക് എടുക്കുക, മടി വിചാരിക്കേണ്ട. ഓക്കെ, അതിലൂടെ നമുക്ക് ഈ പറഞ്ഞ പോലെ പോസിറ്റീവായിട്ടുള്ള ഇവൻറ്റ്സ് അല്ലെങ്കിൽ പോസിറ്റീവ് ടേൺ ഓഫ് ഇവൻറ്റ്സ് നമ്മുടെ ലൈഫിൽ വരും എന്നുള്ളതിൻ്റെ ഒരു കൺഫർമേഷനാണ്. ആങ്കറിൻ്റെ കാർഡും കൂടി ഉണ്ട്. ഇത് വെക്കാൻ താൽക്കാലികമായിട്ട് സ്ഥലമില്ല, ഞാനിവിടെ വെച്ചേക്കാം. നിങ്ങൾക്ക് കാണാൻ തോന്നുന്നു അല്ലേ. നമുക്ക് നോക്കാം ഇൻഡെപ്തായിട്ട് മെയ് മന്തിൽ വേറെ എന്തെങ്കിലും നമ്മൾ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് അറിയാനുണ്ടോ എന്ന്. നിങ്ങൾ പല ആൾക്കാരും മെയ് മന്തിൻ്റെ കംപ്ലീറ്റ് റീഡിങ് കണ്ടിട്ടുണ്ടാവും. കണ്ടില്ലെങ്കിൽ ഫുള്ളായിട്ട് കാണണേ. പൈൽസ് വെച്ചിട്ടാണ് ഞാൻ അതിനകത്ത് റീഡിങ് ചെയ്തിട്ടുള്ളത്. വളരെ നല്ല എന്താ പറയുക, ഭയങ്കര പോസിറ്റീവായിട്ടുള്ള എനർജിയായിരുന്നു. ഞാനത് ലൈവാണ് ചെയ്തത്. ഓക്കെ, മെയ് മന്ത് സ്പിരിറ്റ്, മെയ് മന്താണ്. മെയ് മന്തിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ചില ആൾക്കാർ ട്രാവൽ ചെയ്യുന്നുണ്ടാവും. മെയ് മന്തിൽ ട്രാവലിലൂടെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ പാർട്ട്നേഴ്സിനെ കണ്ടുപിടിക്കുകയോ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ആൾക്കാരെ കണ്ടുപിടിക്കുകയും അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ റെക്കഗ്നീഷൻ, ചില ആൾക്കാർക്ക് മെയ് മന്തിൽ ചില റെക്കഗ്നീഷൻസ് വരുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. ചാരിറ്റ് കാർഡ് വെച്ചിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട്. പിന്നെ പേജ് ഓഫ് പെൻറ്റക്കിൾസ്, അൺഎക്സ്പെക്റ്റഡ് കമ്മ്യൂണിക്കേഷൻ, മണി സിറ്റുവേഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു മണിയുടെ കേസ് അല്ലേ, ഗിഫ്റ്റ് ഓഫ് മണി. ഇത് മണി സിറ്റുവേഷനെ സൂചിപ്പിക്കുന്നതാണ്. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ഓപ്പർച്യൂണിറ്റി ഒക്കെ ഞാൻ ഇതിനകത്ത് മെയ് മന്തിൽ നിങ്ങൾക്ക് വേണ്ടി കാണുന്നുണ്ട്. ഓൾറൈറ്റ്,
ചില ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ ഹീലിംഗ് ആണ്. നിങ്ങളുടെ ഏതെങ്കിലും അടുത്ത ആർക്കെങ്കിലും ആയെങ്കിൽ നിങ്ങൾ മനസ്സുകൊണ്ട് ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട്, അവർ ഹീലാവുന്നുണ്ടോ, അയ്യോ ഇനി എന്താണ് എന്നൊക്കെ ഉള്ള രീതി വിഷമിക്കുന്നുണ്ടെങ്കിൽ അത് ഹീലിംഗ് എനർജിയിലൂടെ അല്ലെങ്കിൽ ആ ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെ അത് കടന്നു പോകുന്നുണ്ട്. അതിൻ്റെ ഒരു കൺഫർമേഷനാണ് ഈ പറഞ്ഞ പോലെ 4 ഓഫ് സോർട്സിൻ്റെ കാർഡ്. അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിലൂടെ കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ അതിനകത്ത് നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നമ്മൾ പറയില്ലേ, നമ്മുടെ ലൈഫിൽ കുറച്ച് ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻസ് വരുമ്പോൾ നമുക്ക് പിന്നെ ഡൗട്ടാണ്, നമ്മൾ അതിനകത്ത് നിന്ന് മൂവ് ഓൺ ചെയ്തോ അതോ ഈ പറഞ്ഞ പോലെ ആ സിറ്റുവേഷനിൽ തന്നെയാണോ പെട്ടിരിക്കുകയാണോ എന്നൊക്കെ ഉള്ളത്. പക്ഷേ ഇവിടെ നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങളത് എസ്പെഷ്യലി മൂവ് ഓൺ ചെയ്തു. ചില ആൾക്കാർക്ക് പുതിയ റിലേഷൻഷിപ്പ്, മെയ് മന്തിൽ പുതിയ റിലേഷൻഷിപ്പ്, അതുപോലെ തന്നെ ചില കമ്മ്യൂണിക്കേഷൻസ് നിങ്ങൾ പറയില്ലേ, നമുക്ക് ഓൾറെഡി അറിയാം ലൈക്ക് ആ പർട്ടിക്കുലർ പേഴ്സൻ്റെ മനസ്സിൽ ഇപ്പം ഈ പറഞ്ഞ പെൺകുട്ടിയാവാം ആൺകുട്ടിയാവാം, ഡിവൈൻ ഫെമിനിൻ മാസ്കുലിൻ, നിങ്ങളുടെ എന്താണ് എനർജി അത് വെച്ച് കേൾക്കുക. അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ മെയ് മന്തിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കാണുന്നുണ്ട്. റിലേഷൻഷിപ്പിൻ്റെ കേസിൽ നിങ്ങൾ ന്യൂ റിലേഷൻഷിപ്പിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് എന്തെങ്കിലും നടക്കുമോ, ഈ പർട്ടിക്കുലർ പേഴ്സൺ ജെനുവിൻ ആണോ, എൻ്റെ കണക്ഷൻ തന്നെയാണോ, ഡിവൈൻ കണക്ഷൻ തന്നെയാണോ എന്നൊക്കെ ഉള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിനൊരു ക്ലാരിറ്റി വരുന്നു എന്നുള്ളതാണ് ഞാൻ ഈ കാർഡ്സിനകത്ത് കാണുന്നത്. ചില ആൾക്കാർ ഈ പറഞ്ഞ പോലെ മെയ് മന്തിൽ നമ്മൾ ബൗണ്ടറീസ് കീപ്പ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് ക്ലിയർ കട്ടായിട്ട് മനസ്സിലാവും. ഓക്കെ, ചില ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നോ പറയുക, അതുപോലെ തന്നെ ഇതിനപ്പുറത്തേക്ക് പറയില്ല, എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല എന്ന് പറയുക. ഓക്കെ, പലരും പറയുമ്പം നമ്മൾ പറയില്ലേ, നമ്മൾ അതിനകത്ത് ഒരുപാട് എനർജി, ചില ആൾക്കാർ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അവർക്ക് അവരാഗ്രഹിക്കുന്നത് നമ്മൾ അത്രയും വിഷമിക്കട്ടെ അല്ലെങ്കിൽ നമ്മൾ അത്രയും തകർന്നു പോട്ടെ എന്നൊക്കെയുള്ള ഇൻറ്റൻഷൻ ആയിരിക്കും. അപ്പം അവർ പറയുന്നത് കേൾക്കുക, ചെവി കൊണ്ട് കേൾക്കുക, ഉള്ളിലോട്ട് എടുക്കാതിരിക്കുക. ഓക്കെ, ഈ ബൗണ്ടറിയുടെ കാർഡ് അല്ലെങ്കിൽ 7 ഓഫ് വാൻസിൻ്റെ കാർഡ് വരുമ്പോൾ എനിക്ക് ഭയങ്കര അങ്ങനെയുള്ള കാർഡ്സ് കിട്ടുന്ന ഓരോരുത്തരടുത്തും എനിക്ക് ഭയങ്കര റെസ്പെക്റ്റാണ്. കാരണം നമ്മുടെ എല്ലാവരുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടുന്ന ഒരു എനർജി ഏതാണ്, നമുക്ക് എന്ത് കേൾക്കണം, നമ്മൾ എന്ത് ഉള്ളിലോട്ട് എടുക്കണം, നമ്മുടെ ഉള്ളിലേക്ക് എന്തൊക്കെ കൊണ്ടുപോകണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്ന ആൾക്കാർ നമ്മൾ തന്നെയാണ്. നമ്മൾ ഈ ആവശ്യമില്ലാത്ത പലതും പറയുന്നത് കേട്ടിട്ട് അതിനെല്ലാം ഉള്ളിലെടുത്ത് അതിനെക്കുറിച്ച് കൂടുതൽ കാൽക്കുലേഷൻ ചെയ്ത് പിന്നെ റീകാൽക്കുലേഷൻ ചെയ്ത് അതിൻ്റെ പെയിൻ മൊത്തം എടുത്തതിൽ നമുക്ക് ഒരു പ്രയോജനമില്ല. ഇപ്പം ഈ പറഞ്ഞ പോലെ നമ്മൾ അങ്ങനെ നെഗറ്റീവായിട്ട് പറയുന്ന ആൾക്കാർക്ക് ഒരു സന്തോഷം വരും, അവരൊരു 5 മിനിറ്റ് ഒന്ന് വിഷമിപ്പിച്ച് കാണാൻ പറ്റിയില്ലേ, അവർക്ക് അങ്ങനൊരു വിഷമം കൊടുക്കാൻ പറ്റില്ലേ. അപ്പം അവർ ആക്ച്വലി സന്തോഷിക്കുകയാണ്. അപ്പം നമ്മളങ്ങനെ ഒരാൾക്ക് അത് നമ്മളെ വേദനിപ്പിച്ചിട്ട് ഒരാൾക്ക് സന്തോഷം കൊടുക്കണോ വേണ്ടെന്നുള്ള നമ്മുടെ ഡിസിഷനാണ് അല്ലേ. നമ്മളെ വേദനിപ്പിക്കുമ്പം ഈ പറഞ്ഞ പോലെ കുത്തി പറയുമ്പോൾ അവർക്കൊരു സന്തോഷം, മനസ്സിനൊരു മനസ്സുഖം, മനസ്സിലായില്ലേ. അപ്പം ആ ഒരു മനസ്സുഖം അവരെടുക്കട്ടെ ആ സൈഡിൽ കൂടെ. പക്ഷേ ഈ ഒരു സാധനം, അതായത് നമ്മളെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊന്നും നമ്മുടെ ഉള്ളിലോട്ട് എടുക്കാതിരുന്നാൽ തന്നെ നമ്മൾ പോസിറ്റീവായി കഴിഞ്ഞു. ഓക്കെ, നമ്മുടെ ലൈഫിലെ സിറ്റുവേഷൻ. പിന്നെ എനിക്കറിയാം ഗൈസ്, ഇതെല്ലാം ഞാൻ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഓഫ് കോഴ്സ് നിങ്ങളുടെ ഓരോരുത്തരുടെ ലൈഫിൽ ഒരുപാട് നെഗറ്റീവ് സിറ്റുവേഷനിലൂടെ നിങ്ങൾ പോകുന്നുണ്ടാവും. നെഗറ്റീവ് സിറ്റുവേഷൻ റിപ്പീറ്റഡായിട്ട് നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ടാവും. ഒരു സൈക്കിൾ പോലെ വരുന്നുണ്ടാവും, എന്ന് വെച്ചാൽ ഒന്നിന് പുറകെ ഒന്നായിട്ട് വരുന്നുണ്ടാവും. പക്ഷേ എപ്പോഴും നിങ്ങളുടെ ആ പ്രോബ്ലംസിനല്ല, ഞാൻ എന്തുകൊണ്ട് ഈ റീഡിങ്സ് ഒക്കെ ഇത്രയും പോസിറ്റീവായിട്ട് കൊണ്ടുവരാൻ ട്രൈ ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മുടെ എല്ലാവരുടെയും കളക്റ്റീവിൽ ഒരുപാട് പെയിനുണ്ട്. ഓക്കെ, പെയിനുണ്ട്, അതുപോലെ തന്നെ പ്രോബ്ലം ഉണ്ട്. പക്ഷേ ഇതിനൊക്കെ നമ്മൾ ഈ പ്രോബ്ലം എന്താണ്, ഇത് പെയിനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് പകരം സൊല്യൂഷൻ എന്താണ്, അവിടെ എന്ത് ഹാപ്പിനെസ് ഉണ്ടാക്കാൻ പറ്റും, എന്ത് ന്യൂ ബിഗിനിങ്സ് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങൾ ചിന്തിക്കാം. ഓക്കെ, മാക്സിമം പറയുമ്പോൾ നിങ്ങൾ ടാരോ റീഡിങ്സ് കാണുന്ന ആൾക്കാരെ ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ കേൾക്കാനായിട്ട് ട്രൈ ചെയ്യുക. പല പോസിറ്റീവായിട്ട് ഒരുപാട് ചാനൽസ് ഞാൻ അതിനകത്ത് കണ്ടിട്ടുണ്ട്, ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന ചാനൽസ്, അത് കാണുക. എനിക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉള്ളിലോട്ട് എടുക്കുക. എന്തെങ്കിലുമൊക്കെ പുതിയ മോട്ടിവേഷൻ വീഡിയോസും കാര്യങ്ങളും കാണാൻ തോന്നുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എടുക്കുക. നമുക്ക് എന്താണോ നമ്മുടെ എനർജിക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അതെടുക്കുക. പിന്നെ നിങ്ങൾ ചില ആൾക്കാർ ഈ പറഞ്ഞ പോലെ ഒരുപാട് ഓറഞ്ച് ഈ ഒരു കോമ്പിനേഷൻ ബട്ടർഫ്ലൈ കാണുന്നുണ്ടാവും. അത് നിങ്ങളുടെ ലൈഫിൽ ഒരു ഒരു സൈനാണ്, ലൈക്ക് നിങ്ങളുടെ ലൈഫിൽ ബാലൻസ് കൊണ്ടുവരിക. ഓക്കെ, കുറച്ചുകൂടെ റിലാക്സ് ചെയ്യണമെങ്കിൽ റിലാക്സ് ചെയ്യുക. നമ്മുടെ ഒരുപാട് റെസ്റ്റ് എടുക്കാതെ ഇങ്ങനെ കണ്ടിന്യൂസ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇത് യൂണിവേഴ്സിൻ്റെ അല്ലെങ്കിൽ ഡിവൈൻ്റെ അടുത്തു നിന്നുള്ള ഒരു ഗൈഡൻസ് ആണ്. കുറച്ചുകൂടെ റെസ്റ്റ് എടുക്കുക, കുറച്ചുകൂടെ ബാലൻസ് ചെയ്ത് ഞാൻ പറഞ്ഞിട്ടില്ലേ, നമ്മൾ ഒരിക്കലും ഒരുപാട് ബാക്കിലോട്ടായി പോകുന്നില്ല. നമ്മൾ എപ്പോൾ എത്തണോ ആ കറക്റ്റ് സമയത്ത് ദൈവം നമ്മളെ എത്തിക്കും. നിങ്ങളുടെ ലൈഫിനെ വെച്ച് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. നമ്മൾ പറയില്ലേ, നമ്മൾ എത്തേണ്ട സമയത്ത് എത്തേണ്ട പോലെ എത്തും എന്ന് പറയുന്ന കണക്കാണ് നമ്മുടെ ലൈഫ്. നമ്മൾ മൊത്തം എടുത്ത് വായിച്ച് നോക്കുമ്പം ആദ്യം നമുക്ക് കേൾക്കുമ്പോൾ ഒരുമാതിരി തോന്നുമായിരിക്കും. പക്ഷേ നമ്മുടെ ലൈഫിൽ പാസ്റ്റിലുള്ള ഇതുവരെയുള്ള കാര്യങ്ങൾ പലതും എടുത്ത് നോക്കുമ്പോൾ, കുട്ടി വായിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ശരിയാണ്, നമ്മൾ കറക്റ്റ് സമയത്ത് എത്താറുണ്ട്, അല്ലെങ്കിൽ കറക്റ്റ് നമ്മുടെ ലൈഫിൽ നടക്കേണ്ട കാര്യങ്ങൾ ദൈവം നടത്തി തരാറുണ്ട്.
ഓക്കെ. അപ്പോൾ അത് ട്രസ്റ്റ് ചെയ്യുക. കാരണം നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരിക്കലും പുറകിലായി പോവില്ല. ഓക്കെ. ഏജ് ഓഫ് കപ്സിൻ്റെ കാർഡ് വരുന്നതോടുകൂടി ഈ പറഞ്ഞ പോലെ നിങ്ങൾ എന്തെങ്കിലും ന്യൂ റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ റിയാലിറ്റിയിൽ വരുന്നു. എക്സിസ്റ്റിംഗ് റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട്, അതൊന്ന് റിസോൾവ് ആയാൽ മതി എന്ന് വിചാരിക്കുന്ന ചില ആൾക്കാർക്കാണെങ്കിൽ അതിൻ്റെ ഒരു കൺഫർമേഷനാണ് മെയ് മന്ത്. ലൈക്ക് ഒരുപാട് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാണെങ്കിൽ അതിനെല്ലാം ഒരു ക്ലാരിറ്റി വരുന്നു. ഓക്കെ. നമുക്ക് നോക്കാം മെയ് മന്തിൽ വേറെ എന്തെങ്കിലും സിഗ്നിഫിക്കൻ്റ് ആയിട്ട് സ്പിരിറ്റിന് നമ്മളടുത്ത് പറയാനുണ്ടോ എന്ന്. നമുക്ക് ഓരോന്നിനും 6 കാർഡ്സ് വെച്ചെടുക്കാം. സ്പിരിറ്റ് നമുക്ക് 6 കാർഡ്സ് വേണം. കളക്റ്റീവിൽ കാണുന്ന ഓരോരുത്തർക്കുമുള്ള ഗൈഡൻസ് ആണ് സ്പിരിറ്റ്. താങ്ക് യു വെരി മച്ച്. മെയ് മന്ത് കളക്റ്റീവ് മെസ്സേജ് ആണ്. കളക്റ്റീവിന് വേണ്ടുന്ന മെസ്സേജ് നോക്കാം. ബ്രെഡ്, പീരീഡ് ഓഫ് പ്രോസ്പെരിറ്റി ആൻഡ് അബണ്ടൻസ്. ഞാൻ എന്ത് ചെയ്യട്ടെ, റിപ്പീറ്റ് ചെയ്ത് വരുന്നു പ്രോസ്പെരിറ്റി അബണ്ടൻസ്. എനിക്ക് തോന്നുന്നത് ഈ റിപ്പീറ്റ് ചെയ്ത് വരുന്ന കാഴ്ചയുടെ ഞാൻ ഒന്നുകൂടെ പറയാം നിങ്ങളുടെ ഓരോരുത്തർക്കും. നിങ്ങളുടെ ലൈഫിൽ പ്രോസ്പെരിറ്റി ആൻഡ് അബണ്ടൻസ് വരുന്നു. ഓക്കെ. പ്രോസ്പെരിറ്റി ആൻഡ് അബണ്ടൻസ് വരുന്നു. ട്രസ്റ്റ് ഇറ്റ്. ഓക്കെ. ഡോഗ് ഫാർ അവേ, എ ഡിസ്റ്റൻറ്റ് ഫ്രണ്ട് ഈസ് തിങ്കിങ് ഓഫ് യു. ഈ പറഞ്ഞ പോലെ ആരെങ്കിലും നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങൾ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരില്ല, പക്ഷേ ഒരു പർട്ടിക്കുലർ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഈ പറഞ്ഞ പോലെ ഒരുപാട് ചിന്തിക്കുന്ന ഒരു മന്തായിരിക്കും. ആ സ്റ്റബേൺ അഗ്രസീവ് പേഴ്സൺ, ഒരു പേഴ്സണിൻ്റെ പ്രത്യേകത സ്റ്റബേൺ ആണ്. ഈ പറഞ്ഞ പോലെ പറഞ്ഞ കാര്യത്തിൽ അത് മാറാനൊക്കെ പാടുള്ള ആളാണ്. ഓക്കെ. എന്തെങ്കിലും വിചാരിച്ചു കഴിഞ്ഞാൽ നടത്തിയെടുക്കണം എന്ന് വിചാരിച്ചാൽ ഉറപ്പിച്ചാൽ പിന്നെ നോക്കണ്ട, പുള്ളിയെ പിന്നെ നോക്കാതിരിക്കുന്നത് നല്ലത്. അത് കാര്യം നടത്തിയിട്ടേ പുള്ളി വരുള്ളൂ. ഞാൻ എക്സൈറ്റിംഗ് ഇവൻറ്റ് മെയ് മന്തിൽ ചില ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു എക്സൈറ്റിംഗ് ഇവൻറ്റിലൂടെ നിങ്ങൾ ഒന്നുകിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ടൈപ്പ് ഓഫ് എക്സൈറ്റിംഗ് ഇവൻറ്റ് നടക്കും. ഇൻഡിസിസീവ്നെസ് അലോയിങ് യുവർ ലൈഫ് ടു റാമ്പിൾ എയിംലെസ്ലി. ചിലവർക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഡിസിഷൻ എടുക്കാതെ ഇങ്ങനെ നടക്കുന്ന ആണെങ്കിൽ അടുത്ത മാസം നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾ വാണ്ടറിങ് എനർജിയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ക്വയറ്റ് ടൈമിലായിരിക്കില്ല. ഓക്കെ. മനസ്സ് ഒരുപാട് ചാഞ്ചാടുന്ന ഒരു സമയമായിരിക്കും. അപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുക. ഓക്കെ. നിങ്ങൾക്ക് ഒരുപാട് വാണ്ടറിങ് എനർജി അതുപോലെ ഓവർ തിങ്കിങ് പാറ്റേൺ ഒക്കെ വരുന്നുണ്ടെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുക. മെഡിറ്റേഷനാണ് ഇതിനകത്ത് ഏറ്റവും വലിയ സൊല്യൂഷൻ. ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും നെഗറ്റീവ് തോട്ട്സും അതുപോലെ പാറ്റേൺസും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ പറ്റും. ചില ആൾക്കാർ ഡെഫിനറ്റ്ലി മെയ് മന്തിൽ ഒരു വെക്കേഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ വെക്കേഷൻ വരുന്നുണ്ട്. പിന്നെ പേ അറ്റൻഷൻ ടു യുവർ ഫൈനാൻസ്. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നെക്സ്റ്റ് മന്ത് എനിക്ക് ഒരുപാട് മണി എനർജി കിട്ടുന്നുണ്ട്. അത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു, എങ്ങനെ കൊണ്ടുവരുന്നു എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി തന്നെ പൈസ ചിലവാക്കുക. ഓക്കെ. എനിക്ക് ഇവിടെ അങ്ങനെ ഒരു എനർജി കിട്ടുന്നുണ്ട്. മനസ്സിലാക്കി പൈസ ചിലവാക്കുക. എത്രത്തോളം ചിലവാക്കണം അല്ലെങ്കിൽ എത്രത്തോളം സിഗ്നിഫിക്കൻ്റ് ആണെന്ന് അറിഞ്ഞു വെച്ചിട്ട് ചെയ്യാം. ഓക്കെ. വാരി വലിച്ച് ചിലവാക്കാതിരിക്കുക. പൈസയാണ്, അതിൻ്റേതായ ഒരു എനർജി കൊടുത്ത് തന്നെ ചെയ്യാം. മെയ് മന്തിൽ വേറെ എന്തെങ്കിലുമൊക്കെ സ്പിരിറ്റെ നമ്മൾ അറിഞ്ഞിരിക്കാനുണ്ടോ? ആർക്കേഞ്ചൽ മൈക്കിൾ സ്പിരിറ്റ്, താങ്ക് യു വെരി മച്ച്. മെയ് മന്ത് വേറെ എന്തെങ്കിലും സിഗ്നിഫിക്കൻ്റ് ആയിട്ട് അറിയാനുണ്ടോ? താങ്ക് യു. മെയ് മന്ത്. താങ്ക് യു സ്പിരിറ്റ്, താങ്ക് യു വെരി മച്ച്. ആർക്കേഞ്ചൽ മൈക്കിൾ സ്പിരിറ്റ് നോക്കാം. ഫസ്റ്റ് വൺ, ഇൻ നീഡ് ഓഫ് ഹെൽപ്പ്, അസിസ്റ്റൻസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഹെൽപ്പും ഗൈഡൻസും ഒക്കെ നിങ്ങൾക്ക് നെക്സ്റ്റ് മന്ത് വരും. പ്രൊട്ടക്റ്റഡ് ഫ്രം നെഗറ്റീവ് ഫോഴ്സസ് ബിയോണ്ട് യുവർ കൺട്രോൾ. നമ്മൾ പറയില്ലേ, നമുക്ക് തന്നെ അറിയില്ല, നമുക്കറിയാത്ത എനർജീസിനൊക്കെ ദൈവം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്ത് പിടിക്കും. നിങ്ങൾ ഒരുപാട് പ്രൊട്ടക്റ്റഡ് ആണ്. അത് ട്രസ്റ്റ് ചെയ്യുക. കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും. അൺസെറ്റിൽഡ് ടൈംസ് നീഡ് ടു പ്ലാൻ എഹെഡ്. ചില ആൾക്കാർക്ക് പ്ലാനിങ് ആണ്. നമ്മൾ പറയില്ലേ, കുറേ പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ എന്താ പറയുക ബിസിനസ്സിലായിരുന്നാലും നിങ്ങളുടെ സിറ്റുവേഷൻസിലായിരുന്നാലും ആഡ് ഓൺ ആവുന്നുണ്ട്. അപ്പം അതിന് പ്ലാൻ വേണം എന്ന് തോന്നുന്ന കാര്യത്തിന് ആലോചിച്ചുകൊണ്ടിരിക്കാതെ പ്ലാൻ ചെയ്യുക. ഓക്കെ. കാസ്കറ്റ്, സമ്മൺ ഗോയിങ് ഔട്ട് ഓഫ് യുവർ ലൈഫ് ഓർ എൻഡ് ഓഫ് എ സിറ്റുവേഷൻ. എന്തെങ്കിലും പർട്ടിക്കുലർ സിറ്റുവേഷൻ എൻഡ് ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ മെയ് മന്തിൽ എൻഡിങ്സ് ആണ്. ഓക്കെ. എൻഡ് ചെയ്യുന്നു, അതുപോലെ തന്നെ ന്യൂ ബിഗിനിങ് വേണം. അത് തന്നെ ചേഞ്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ചാലഞ്ചസ് ആൻഡ് ചേഞ്ചസ് ആണ്. അത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ജൂൺ മന്ത് മുതൽ ഒരു പുതിയ ബിഗിനിങ് ആണ്. ഓക്കെ. അങ്ങനെ ഒരു എനർജി എനിക്ക് ഇവിടെ കിട്ടുന്നത്. നെക്സ്റ്റ്, ഡീലിങ്സ് റിലേഷൻ വിത്ത് ആൻ ഓൾഡർ മാൻ. നിങ്ങൾക്ക് നെക്സ്റ്റ് മന്ത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഓൾഡ് മാനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. ഓക്കെ. നെക്സ്റ്റ് മന്ത് ഓൾഡർ മാൻ്റെ എനർജി. സക്സസ്ഫുൾ ആവുമോ, ഞാൻ സക്സസ് ആവുമോ, എൻ്റെ ലൈഫ് മാത്രം ഇങ്ങനെ ബാക്കിലോട്ട് പോകുന്നു, എനിക്ക് സക്സസ് എൻ്റെ റിയാലിറ്റിയിൽ വരുമോ എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ ഡെഫിനറ്റ്ലി യെസ് പറയും. നിങ്ങളുടെ ലൈഫിൽ സക്സസ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ റിയാലിറ്റിയിലും സക്സസ് എന്തായാലും വരും. ഓക്കെ.
ട്രസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആണെങ്കിലും നിങ്ങളുടെ എന്താ പറയുക ടൈം ആണെങ്കിലും ഒക്കെ ഡിവൈനാണ്. ഡിവൈൻ ടൈമിങ് നിങ്ങളുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും ഡിവൈനായിട്ട് തന്നെ വർക്കൗട്ട് ചെയ്ത് കൊണ്ടുവരും. ഓക്കെ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക. നമുക്ക് ഫൈനലി ഒരു ഈ പറഞ്ഞ പോലെ അഫർമേഷൻ കാർഡ് കൂടെ ആയിട്ട് നമ്മുടെ മെയ് മന്തിൻ്റെ എനർജീസ് അല്ലെങ്കിൽ റീഡിങ്സ് അവസാനിപ്പിക്കാം. ഇത് ഞാനൊരു 5 വർഷം മുന്നേ എഴുതിയ അഫർമേഷൻ കാർഡാണ്. ചാടി പോകുന്നുണ്ട്. താങ്ക് യു സ്പിരിറ്റ്, താങ്ക് യു. അഫർമേഷൻ നമ്മൾ എല്ലാവരും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓരോരുത്തരും പറയേണ്ട അല്ലെങ്കിൽ അറിയേണ്ട ഒരു അഫർമേഷൻ തരുമോ സ്പിരിറ്റ്? ഓക്കെ, ഹെൽത്ത്. My body is always working toward perfect health. My healthy mind produces my healthy body. Money. I am worthy of a solid financial foundation. I accept the flow of money from multiple sources. എനിക്കിവിടെ മൾട്ടിപ്പിൾ സോഴ്സസ് ഇൻകം. നിങ്ങൾക്ക് ഏതാണ് സിഗ്നിഫിക്കൻ്റ് തോന്നുന്നത് അത് നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, ഞാൻ നമ്മുടെ കമൻസിൽ എഴുതാൻ മാക്സിമം ട്രൈ ചെയ്യാം. ഓക്കെ, ഇതിൽ ഏതാണ് നിങ്ങൾക്ക് കുറച്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ കുറച്ച് ഹെൽത്തിനേക്കാൾ കൂടുതൽ മണിയിൽ ഫോക്കസ് ചെയ്യും. ഐ ആക്സെപ്റ്റ് ദ ഫ്ലോ ഓഫ് മണി ഫ്രം മൾട്ടിപ്പിൾ സോഴ്സസ്. നിങ്ങൾ മണി റിലേറ്റഡ് ഇഷ്യൂസിലാണെങ്കിൽ അത് ചെയ്യുക. ഇല്ല നിങ്ങൾക്ക് ബോഡി ഹെൽത്ത് റിലേറ്റഡ് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മൈ ബോഡി ഈസ് ഓൾവേസ് വർക്കിംഗ് ടുവേർഡ് പെർഫെക്റ്റ് ഹെൽത്ത്. ഓക്കെ, ഏതാണ് നിങ്ങൾക്ക് റെലവൻ്റ് എന്ന് ഫീൽ ചെയ്യുന്നത് അത് ചെയ്യാം. ഓൾറൈറ്റ്, എനിവേ താങ്ക് യു സോ മച്ച് ഗൈസ്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു കുറച്ചുകൂടി ഡെപ്തിലുള്ളൊരു മെയ് മന്തിൻ്റെ ഒരു എനർജി നിങ്ങൾക്ക് കിട്ടി എന്നുള്ളത്. ഓൾറൈറ്റ്, എനിവേ താങ്ക് യു സോ മച്ച് ഫോർ കണക്റ്റിംഗ്. ലോട്ട്സ് ഓഫ് ലവ് ആൻഡ് ലൈഫ്. ടേക്ക് കെയർ. ബൈ.